നമസ്കാരം. ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം നമുക്കൊരു ചോദ്യം ഒന്ന് പരിശോധിക്കാം. എന്നിട്ട് അതുമായി ബന്ധപ്പെട്ടൊരു ഇൻഫർമേഷൻ പറയാനായിട്ടാണ് നമ്മൾ മെയിനായിട്ട് ഈ വീഡിയോ ഇടുന്നത്. അപ്പോൾ ഒരു ചോദ്യം ഇങ്ങനെയാണ്: ഒരാൾ 15 മണിക്കൂർ സഞ്ചരിക്കുന്നു. എത്ര മണിക്കൂറാണ്? 15 മണിക്കൂർ സഞ്ചരിക്കുന്നു. ആദ്യ പകുതിയിൽ, ഈ 15 മണിക്കൂറിൻ്റെ ആദ്യ പകുതിയിൽ, അതായത് 7.5 മണിക്കൂർ, ഞാൻ ഉത്തരവിടെ കണ്ടുപിടിച്ച കുറവാണ്. ആദ്യ മണിക്കൂറിൽ 20 കിലോമീറ്റർ പെർ അവർ, അതായത് മണിക്കൂറിൽ 20 കിലോമീറ്റർ വേഗതയിലും, അടുത്ത പകുതിയിൽ 30 കിലോമീറ്റർ പെർ അവർ, ഒരു മണിക്കൂറിൽ 30 കിലോമീറ്റർ എന്നുള്ള വേഗതയിലും സഞ്ചരിക്കുകയാണെങ്കിൽ ആകെ എത്ര ദൂരം സഞ്ചരിച്ചു അയാൾ എന്നാണ് ചോദ്യം. 15 മണിക്കൂർ എന്ന് പറയുമ്പോൾ അതിൻ്റെ പകുതി 7.5 മണിക്കൂർ, 7.5 മണിക്കൂർ, അതേപോലെ 20. അടുത്ത 7.5 മണിക്കൂർ, 15ൻ്റെ പകുതി വീണ്ടും 7.5, ആകെ ആകുമ്പോൾ 15 മണിക്കൂർ, 30 കിലോമീറ്റർ പെർ അവർ വേഗതയിൽ. അപ്പോൾ ഇത് നമുക്കത് ഗുണിച്ച് നോക്കുമ്പോൾ എന്തോ കിട്ടുമെന്ന് മനസ്സിലാവും. ഇത് 20ഉം 7.5 രണ്ട് ഗുണിക്കുമ്പം 150 വരും. കൂടാതെ 7.5നെ 30 കൊണ്ട് ഗുണിക്കുമ്പോഴോ 225 വരും. കൂട്ടി നോക്കാം. 375, ആകെ സഞ്ചരിച്ചത് 375 കിലോമീറ്റർ സ്പീഡിൽ ആണ് ആകെ ഈ ആൾ സഞ്ചരിച്ചത് 15 മണിക്കൂർ കൊണ്ട്. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ ഒരു ചോദ്യമാണ്. ഒരു ചോദിച്ചാൽ നമുക്ക് വളരെ പെട്ടെന്ന് കണ്ടുപിടിക്കാനും പറ്റും. തുല്യം ആയതുകൊണ്ട് വേറെ രീതിയിലും എളുപ്പം കണ്ടുപിടിക്കാം. അതുകൊണ്ടൊന്ന് പറഞ്ഞു പോകാം. കാരണം സാധാരണ ചോദ്യങ്ങൾ തുല്യ കിലോമീറ്റർ വരണമെന്നില്ല. അഥവാ വന്നാൽ വേണമെങ്കിൽ ഈ 20ഉം 30ഉം കൂട്ടുമ്പോൾ 50ഉം, അപ്പം അതിൻ്റെ പകുതി എടുക്കാം. അപ്പം ഈ മീഡിയം കിട്ടിയതാ, അതിൻ്റെ മാധ്യം കിട്ടുമ്പം ഈ 50ൽ നിന്ന് 25 ഗുണം 15, 375 ഉത്തരം കിട്ടും. അതിവിടെ ഇതാണ് ഏറ്റവും നല്ല രീതി. ചിലപ്പം മണിക്കൂർ വ്യത്യാസം വരും. അതുകൊണ്ട് അങ്ങനെ ചെയ്യാം. പക്ഷേ ഇങ്ങനൊരു എളുപ്പ ചോദ്യം ചോദിച്ചതിൻ്റെ ഉദ്ദേശം എന്താണ്? അപ്പം നമ്മൾ ഇൻട്രസ്റ്റഡ് ആവും. അപ്പോഴാണ് തൊട്ട് താഴെ വരുന്ന ഒരു ക്വസ്റ്റ്യൻ. അതെങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ, ഇതൊരു എളുപ്പമാണ്. അപ്പോൾ ഈ എളുപ്പം ചെയ്യാവുന്നൊരു ചോദ്യം വരുമ്പോൾ തൊട്ട് പുറകെ ഒരു ചോദ്യം. അതിൽ ചോദ്യം ഇങ്ങനെയാണ്: ഒരു സംഖ്യാശ്രേണിയായിട്ട് ബന്ധപ്പെട്ട് ചോദ്യം നമുക്കറിയാമല്ലോ. ഒരു 1, 2, 3, അത് കഴിഞ്ഞ് ഇവിടെ ഒരു വര, അവിടെ എത്രയാണ്? ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. അങ്ങനെ കണ്ടുപിടിക്കേണ്ടതായിട്ട് വരുമ്പോൾ ഉത്തരം നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്നത് 1, 2, 3, സ്വാഭാവികമായിട്ടും 4 ആയിരിക്കും. പക്ഷേ ഉത്തര സൂചികയിൽ അവർ കൊടുത്തിട്ടുള്ളത് 5ഉം 6ഉം 7ഉമാണ്. അപ്പോൾ കുടുങ്ങി. പെട്ടെന്ന് 4 ആവും എന്ന് പ്രതീക്ഷിച്ച് നോക്കി ഉത്തര സൂചികയിൽ 4 5 ഉള്ളൂ. അപ്പോൾ ഇത് കൺഫ്യൂഷനാക്കും. അപ്പോൾ നമുക്ക് ചിന്തിക്കാനുള്ള സമയം. അപ്പോൾ അവർ ഉദ്ദേശിക്കുന്നത് എന്താണ്? ആദ്യം ഒരു എളുപ്പം ചോദ്യം തന്നിട്ട് രണ്ടാമത് ചിന്തിക്കത്തക്കതിലുള്ള ചോദ്യം ഇടുമ്പോൾ നമ്മൾ ആ ഉത്തരം കണ്ടെത്തുന്നതുമായി ബന്ധപ്പെട്ട് ചിന്തിച്ചിരിക്കുമ്പോൾ പരീക്ഷാ നടത്തിപ്പുകാർ വിജയിക്കും. എങ്ങനെയാണെന്ന് വെച്ചാൽ, സമയം പോകുന്നതാണല്ലോ. അപ്പോൾ 1.5 മണിക്കൂർ കൊണ്ട് കിട്ടുന്ന ചോദ്യം 1.5 മണിക്കൂർ കൊണ്ട് കണ്ടെത്താവുന്ന ഉത്തരങ്ങൾ നമുക്ക് കണ്ടെത്താൻ പറ്റും. അപ്പോൾ അങ്ങനെ സമയം പോകും. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത്, ആദ്യം ഈ പരീക്ഷയ്ക്ക് ഒരാവർത്തി ഓരോ ക്വസ്റ്റ്യൻ വായിച്ച് അവസാനം വരെ വായിച്ചിട്ട് ഒറ്റ നോട്ടത്തിൽ എത്തുന്ന ആൻസർ ഷീറ്റിൽ, അത് ഒറ്റ നോട്ടത്തിൽ കിട്ടാവുന്ന ചോദ്യം, നമ്മുടെ ഏതെങ്കിലും പിന്നെ ജനറൽ നോളജൊക്കെ ചോദിക്കുമ്പോൾ ഒറ്റ വാക്ക് കിട്ടും. അതെല്ലാം മാർക്ക് ചെയ്ത് അവസാനം വരെ പോകണം. അപ്പം ഉത്തര കടലാസിലും അതുപോലെ ചോദ്യപേപ്പറിലും ടിക്കിട്ട് പോകണം ചെയ്തത്. എന്നിട്ട് രണ്ടാമത്തെ ആവർത്തി എടുത്ത് ഇത് ഇങ്ങനെയുള്ള കണക്കുകളൊക്കെ നോക്കുന്നതാണ് നമുക്ക് സൗകര്യം. കാരണം നമ്മൾ ലക്ഷ്യം ഇതാകുമ്പോഴത്തേക്കും മറന്നും പോയിട്ട് അവസാനം വരുമ്പോൾ നമ്മൾ പക്ഷേ ട്രെയിനിങ്ങിന് പോകുന്ന ആളുകളൊന്നും ഉദ്യോഗാർത്ഥികളൊന്നും അങ്ങനെ തെറ്റിക്കാറില്ല. അവർ നോക്കിയൊക്കെയാണ് ചെയ്യുന്നത്. പക്ഷേ
പിന്നെ വലിയ ട്രെയിനിങ്ങിനും പങ്കെടുക്കാത്ത ആദ്യമായിട്ടൊക്കെ പരീക്ഷ എഴുതുന്ന ആളുകൾക്ക് ഇങ്ങനെ അവസാനം എനിക്ക് സമയം കിട്ടിയില്ല, ഇതെല്ലാം ഉത്തരം അവസാനമായിരുന്നു എന്ന് പറയുന്ന രീതി വരും. അതുകൊണ്ട് രണ്ടാമത് ഇങ്ങനെ ക്വസ്റ്റ്യൻ ഉണ്ട്, അതിന് ഉത്തരം അങ്ങ് പറഞ്ഞു. അതിപ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഞാൻ സൂചിപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ. ഇപ്പോൾ ഇതെന്താണ് നമുക്ക് 1, 2, 3, 4 ആണ് അടുത്തത് വരേണ്ടത് സംഖ്യാശ്രേണിയുടെ ഒരു ക്രമം അനുസരിച്ച് നോക്കും. പക്ഷേ ഇവിടെ 5 ആണ് 6, 7 ഉത്തരസൂചികയിലുള്ളത്. അപ്പോൾ എന്താണ് ഇതിന് അവരുദ്ദേശിച്ചിരിക്കുന്നത്? നമ്മൾ അഭാജ്യസംഖ്യ എന്ന് പറയുന്നൊരു സംഖ്യ, അഭാജ്യസംഖ്യ നമ്മൾ പറയുമ്പോൾ അതായത് ഒരു സംഖ്യയെ അതേ സംഖ്യ കൊണ്ടും മാത്രം, കൂടാതെ ഒന്നുകൊണ്ടും ഹരിക്കാൻ മാത്രം പറ്റുന്ന, അതായത് 2 ഘടകങ്ങൾ മാത്രമുള്ളതാണ്. ഒരു സംഖ്യ എടുത്താൽ അതേ സംഖ്യ കൊണ്ട് ഹരിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഒന്നുകൊണ്ട് ഹരിക്കാൻ പറ്റും. ഇതല്ലാതെ ഒരു സംഖ്യ കൊണ്ട് ഹരിക്കാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള സംഖ്യകളെയാണ് നമ്മൾ അഭാജ്യസംഖ്യകൾ. 2 ഘടകം. ഒന്നെടുത്തേ, ഒന്നിന് വേറെ ഘടകമില്ല. 2 എടുത്ത് 2നെ 2 കൊണ്ട് ഹരിക്കാം, 1 കൊണ്ട് ഹരിക്കാം. വേറൊരു സംഖ്യ കൊണ്ടും നമുക്ക് ഹരിക്കാൻ പറ്റത്തില്ല. 3 എടുക്കാം. 3 എടുത്താലോ 3 കൊണ്ട് ഹരിക്കാം, 1 കൊണ്ട് ഹരിക്കാം, 1 കൊണ്ടും ഹരിക്കാം. അപ്പോൾ 1, 2, 3 ആയി. ഇനി അടുത്ത അഭാജ്യസംഖ്യ എന്ന് പറഞ്ഞാൽ 5. അവിടുത്തെ ഉത്തരം 5 വരും. കാരണം എന്താ അറിയോ, 5നെയും 5 കൊണ്ട് ഹരിക്കാം, 1 കൊണ്ട് ഹരിക്കാം. അപ്പം അടുത്ത് വരും 1, 2, 3, 5. അതാണ് 4 അവിടെ വരാത്തത്. അപ്പോൾ ഈ ഒരു ചിന്തിക്കുന്ന വരും 4 അല്ലേ. അപ്പോൾ നമ്മൾ കൺഫ്യൂസ്ഡ് ആയിട്ട് പോകാത്ത രീതിയിലാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഉദ്യോഗാർത്ഥികൾക്കായിട്ട് ഇവർ പ്രിപ്പയർ ചെയ്യുന്നത്. അത് ശ്രദ്ധിച്ച് പോകണം. അപ്പോൾ ഇതൊരു ചോദ്യം കൂടാണ്, ഇതിൻ്റെ ഒരു ഇൻഫർമേഷൻ കൂടാണ്. നമ്മൾ പരീക്ഷ എങ്ങനെ അറ്റൻഡ് ചെയ്ത് ഇനി അടുത്തൊരു വിശാലമായ ചോദ്യമായിട്ടൊക്കെ നമുക്ക് ഇനിയും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇഷ്ടമായെങ്കിൽ ഈ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക എല്ലാവരും.